ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ, 4 വശവും കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ. യെസ്, ഓപ്പോ റെനോ 12 പ്രോ എന്ന ഈ ഫോണാണ് സെഗ്മെന്റ് ഓൺലി ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വന്നിരിക്കുന്ന ഫോൺ. എന്നാൽ ജസ്റ്റ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ മാത്രമല്ല, ഒട്ടനവധി AI ഫീച്ചറുകൾ, വളരെ യൂസ്ഫുൾ ആയ, ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയ AI ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം എന്നിട്ട് കമന്റിൽ ഷെയർ ചെയ്യാം. കൂടുതൽ പറയാം അതിനു മുമ്പ് ചെറിയൊരു അൺബോക്സിംഗ്. ഇതാണ് ബോക്സിനകത്ത് ഫോൺ ഓപ്പോ റെനോ 12 പ്രോ എന്ന ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ്, നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട് പറയാം. അതിനു മുമ്പ് ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ചാർജർ 80 വാട്ടിന്റെ ചാർജറാണ്, ചാർജിങ് കേബിളും കാണാം. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഡിസൈൻ എങ്ങനെയുണ്ട് ഈ ഫോണിന്റെ? എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ ഒരു കളർ കുറച്ച് നന്നായിട്ട് തന്നെ തോന്നുന്നു. AI ഫീച്ചറുകളെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം, ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സ്, 90 ഹെർട്സ്, 120 ഹെർട്സ് എന്നൊക്കെ പറയുന്ന ഡൈനാമിക് റീഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ 600 നിറ്റ്സിന്റെ നോർമൽ ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഔട്ട്ഡോർ കിട്ടും. 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലോക്കലും കിട്ടും. സോ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വിഷയവുമില്ല. HDR10+ പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എന്തായാലും ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും പ്രശ്നമില്ല. വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒക്കെ വർക്ക് ചെയ്തോളും. കൂടുതൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഇവിടെ കാണാം, പെർഫോമൻസിനൊന്നും യാതൊരു ഇഷ്യൂസും വരുന്നില്ല. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. 300% വോളിയം വരെ വരുന്നുണ്ട്. അതായത് വോളിയം നല്ല രീതിക്ക് കൂടുതൽ കേൾക്കാൻ പറ്റും, ക്വാളിറ്റി പോവാതെ. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിറ്റസ് 2ന്റെ പ്രൊട്ടക്ഷനും ഇതിന്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഭവം ക്വാഡ് കർവ്ഡ് സെറ്റപ്പ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. അതിന്റെ ഒപ്പം തന്നെ ഡിസൈനും മോശമല്ല, വളരെ ലൈറ്റ് വെയിറ്റും സ്ലിമ്മുമാണിത്. 7.4 mm തിക്നെസ്സേ വരുന്നുള്ളൂ, 180 ഗ്രാമിന്റെ വെയിറ്റേ വരുന്നുള്ളൂ. ഒപ്പം തന്നെ IP65 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഒന്ന് സൺസെറ്റ് ഗോൾഡ്, പിന്നെ ഒന്ന് സ്പേസ് ബ്രൗൺ. ഇതിന്റെ AI ഫീച്ചറുകൾ പറഞ്ഞിട്ടാവാം ബാക്കി എല്ലാ ഘടകങ്ങളും. ആദ്യം തന്നെ AI ഇറേസർ 2.0 വരുന്നുണ്ട്. അത് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഈസി ആയിട്ട് അറിയാം. വേറെ ഒന്നുമല്ലോ, ഒരു ഇമേജിലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ അതങ്ങോട്ട് ഈസി ആയിട്ട് റിമൂവ് ആയി പോക്കോളും. പിന്നെ രണ്ടാമത്തെ ഒരു AI ഫീച്ചറാണ് AI ക്ലിയർ ഫേസ്. ഇത് വെച്ച് നമ്മളൊരു സെൽഫി ക്യാമറ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മുഖത്തിന്റെ കൂടുതൽ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഓരോരുത്തരുടെയും ഫേസും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ മുഖത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂട്ടുമെന്നുള്ളതാണ് ഈ AI ക്ലിയർ ഫേസിന്റെ ഒരു ഗുണം. നിങ്ങൾക്ക് ഇത് ഗാലറി പോയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിലും ഈ ഒരു ക്ലിയർ ഫേസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് AI ക്ലിയർ ഫേസിന്റെ ഗുണം. പിന്നെ മറ്റൊരു സംഗതി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഗതിയാണ് AI സ്റ്റുഡിയോ. അതായത് ഒരു ഇമേജ് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോ അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടി ഭംഗി വരുത്തി ഒരു പ്രത്യേക സ്റ്റൈലിലേക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റൈൽ എന്താണോ ആ സ്റ്റൈലിലേക്ക് മാറ്റി തരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് ഞാൻ ഈ ഒരു സംഗതി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് വെച്ചിട്ട് അവരുടെ മക്കളുടെയൊക്കെ ഫോട്ടോസ് അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ഫോട്ടോസ്. ഇത് ഗംഭീര സാധനമായി. എന്തായാലും AI സ്റ്റുഡിയോ എന്നാണ് ഇതിന്റെ പേര്. ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചത് AI സ്റ്റുഡിയോ ആണെന്ന് വേണം പറയാൻ. പിന്നെ ഈ ഒരു സംഗതിയിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വീണ്ടും AI സ്റ്റുഡിയോയിൽ വെച്ചുകൊണ്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഏത് ഫോൺ ഉപയോഗിച്ചാലും പ്രശ്നമില്ല, ഇതിലേക്ക് നമുക്ക് വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ AI ടൂൾ ബോക്സ് വരുന്നുണ്ട്. അതായത് ഇതിന്റെ സൈഡിൽ ഒരു ടൂൾ ബോക്സ് പോലെ ഒരു സംഭവം നിൽക്കുകയാണ്. ഇത് ഈ ഒരു സൈഡ് ബാർ കണ്ടില്ലേ, ഇത് എങ്ങനെ നിൽക്കും, എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മെയിൽ ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഉടൻ തന്നെ ഇതിന്റെ സൈഡ് ബാറിൽ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ റൈറ്റിംഗ് അസിസ്റ്റന്റ് വരും. അത് റൈറ്റിംഗ് അസിസ്റ്റന്റ് വരും നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ വരുള്ളൂ. അതേസമയം നിങ്ങൾ വേറൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതൊന്നും വരില്ല, ഫയൽ ഡോക്ക് വരും. നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്ത് അതിലേക്ക് ഫയൽ ഡോക്കിലേക്ക് വെക്കാനും വേറെ എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്യാനും പറ്റും. അതേസമയം നിങ്ങളൊരു സൈറ്റ്, ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സൈറ്റിനെ സമ്മറി ആക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുക. AI ടൂൾ ബോക്സ് എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഈ അടുത്ത കാലത്ത് പലയിടത്ത് കണ്ടുവന്ന റെക്കോർഡിങ്ങിനെ, ഓഡിയോ റെക്കോർഡിങ്ങിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി തരുന്ന സംവിധാനം. ഇതിന്റെ വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ആക്കി തരും. വേണമെങ്കിൽ ഉപയോഗിക്കാം, സമ്മറി ആക്കാൻ ചെയ്യാം. ഒരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതിനെ സമ്മറി ആക്കി എടുത്തു വെക്കണമെങ്കിൽ എടുത്തു വെക്കാം. മറ്റൊരു സംഗതിയാണ് സ്മാർട്ട് AI ഇമേജ് മാറ്റിംഗ്. നമുക്കൊരു ഇമേജിനെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്റ്റിക്കർ ആക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനം. സോ ഇങ്ങനെ ഒട്ടനവധി AI ഫീച്ചറുകളുള്ള ഫോണാണ് ഓപ്പോ റെനോ 12 പ്രോ. സോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഓപ്പോയുടെ ക്യാമറകൾ പലർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോണി സെൻസർ വെച്ചുകൊണ്ടാണ് ഇതിന്റെ മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ വരുന്നത്. ഒപ്പം തന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, പിന്നെ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. അതിന്റെ സാമ്പിളുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫോട്ടോസ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സോ ഫോട്ടോസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ് എല്ലായിടത്തും എടുത്ത് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ സാമ്പിൾസ് ഒക്കെ. എങ്ങനെയുണ്ട് വീഡിയോസ്, ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സംഗതി ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ആക്കാം. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ Dimensity 7300 എന്ന പ്രോസറാണ്. Dimensity 7300 എനർജി ഫോർ റെനോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെയാണ്, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ്
സ്റ്റോറേജ് ആണ് LPDDR4X RAM ആണ്. ആൻഡ്രോയിഡ് 14 വരുന്നത്. കളർ OS 14.1 ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. 5000 mAh ബാറ്ററിക്ക് 80 വാട്ടിന്റെ ചാർജിംഗും വരുന്നുണ്ട്. സോ പെർഫോമൻസ്, ബാറ്ററി സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഒരു ഓപ്പോ ഫോണിൽ സാധാരണ കണ്ടുവരാറുള്ള പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. ഒരു സിമ്മും മെമ്മറി കാർഡോ അല്ലെങ്കിൽ 2 സിം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ AI ക്ലിയർ വോയിസ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കോളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടുതൽ കിട്ടും. ആവശ്യത്തിന് 5G ബാൻഡുകളുണ്ട്. 5G തന്നെ ലിങ്ക് ബൂസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഏതാണോ നല്ല 5G നെറ്റ്വർക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവുന്ന സംവിധാനമാണ്. അതേപോലെ ബീക്കൺ ലിങ്ക് എന്ന് പറയുന്ന ഫീച്ചറും ഇതിനകത്ത് ഓപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. ബീക്കൺ ലിങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് അപ്പ് ലിങ്ക് കേപ്പബിലിറ്റി ഒരു 300% ഇൻക്രീസ് ചെയ്യാണ്. അതായത് നെറ്റ്വർക്ക് ഇല്ലാത്തടത്ത് ബ്ലൂടൂത്ത് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്മൂത്തായ എക്സ്പീരിയൻസ് തരാനുള്ള ഒരു സംവിധാനമാണ് ബീക്കൺ ലിങ്ക്. കൂടാതെ HSR മോഡ്, അതേപോലെ എലവേറ്റർ മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നെറ്റ്വർക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. സോ കുറെ കൂടി ബെറ്റർ ആയ ബൂസ്റ്റഡ് ആയ ഒരു നെറ്റ്വർക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ Wi-Fi 6 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 ആണ്. IR ബ്ലാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഓപ്പോ Reno 12 Pro എന്ന ഫോണിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഓവറോൾ ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാതും ഒരു ഓപ്പോ ഫോണിൽ നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള പോലെ തന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. ഓപ്പോ ഫോണിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഒട്ടനവധി AI ഫീച്ചറുകളൊക്കെയുള്ള ഒരു AI കമ്പാനിയനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫോണിനെ പരിഗണിക്കാം. താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൃത്യമായിട്ടുള്ള വില എനിക്ക് അറിയില്ല, അറിയുന്ന വഴിക്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.